അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് സൂറത്തുൽ ഫാത്തിഹയിൽ ഹംസത്തുൽ വസ്ൽ, ഹംസത്തുൽ ഖത്ത്, സൂര്യാക്ഷരം, ചന്ദ്രാക്ഷരം ഒന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ അൽഹംദു. അപ്പോൾ അൽഹംദുലെ അലിഫ് എന്താ? ഹംസത്തുൽ വസ്ലാണ്. അപ്പം നമുക്കറിയാം ഹംസത്തുൽ വസ്ലാകുമ്പം തുടക്കത്തിൽ ഉച്ചരിക്കും അൽഹംദു. ശരിക്കും അൽഹംദു ഒരു കലിമക്ക് ശേഷം വന്നതാണെങ്കിലോ വൽഹംദു. അപ്പോൾ അലിഫ് ഉച്ചരിക്കൂല. ഇതാണ് ഹംസത്തുൽ വസ്ൽ. അൽഹംദു എന്ന് പറയാം ഇല്ല. പിന്നെയോ വൽഹംദു. അപ്പോൾ അലിഫ് ഉച്ചരിക്കൂല. അപ്പോൾ തുടക്കത്തിൽ ഉച്ചരിക്കും അൽഹംദു. ഇവിടെ തുടക്കത്തിലാണ്, അതുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത് അൽഹംദു. ഒരു കലിമക്ക് ശേഷമായിട്ട് വന്നിരുന്നെങ്കിലോ അത് ഉച്ചരിക്കൂല. ഇതാണ് ഹംസത്തുൽ വസ്ൽ. പിന്നെ ലില്ലാഹി എന്താ? അതിൽ ഹംസത്തുൽ വസ്ലും ഉണ്ട്, പിന്നെ സൂര്യാക്ഷരമുണ്ട്. ഓക്കെ. ശരിക്കും അള്ളാഹിൻ്റെ പേര് അള്ളാഹ് എന്ന് പറയുമ്പം ഇസ്മുൽ ജലാല അള്ളാഹ്. അതിലെ അലിഫ് അള്ളാഹിലെ അലിഫ് അത് ഹംസത്തുൽ വസ്ലാണ്. ഓക്കെ, ഹംസത്തുൽ വസ്ലാണ്. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ ഉച്ചരിക്കുന്നത് അല്ലാഹു. അതൊരു കലിമക്ക് ശേഷം വന്നിരുന്നെങ്കിലോ, ഇപ്പോൾ നമ്മൾ സത്യം ചെയ്ത് പറയുന്നത് എങ്ങനെ? വല്ലാഹി. അപ്പോൾ അലിഫ് ഉച്ചരിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ഹംസത്തുൽ വസ്ലാണ്. അല്ലാഹി എന്നാണോ നമ്മൾ സത്യം ചെയ്ത് പറയാം? അല്ല, വല്ലാഹി. അലിഫ് ഉച്ചരിക്കുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ട്? ഹംസത്തുൽ വസ്ലാണ്. അപ്പോൾ ഇവിടെ ലില്ലാഹി എന്നെങ്ങനെ എഴുതാൻ നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കും. കാരണം ഇവിടെ ലില്ലാഹി എന്ന് എഴുതുമ്പം നമ്മൾ അലിഫ് എഴുതൂല. നിങ്ങൾ ശ്രദ്ധിച്ചോ? ലില്ലാഹി. അപ്പോൾ അള്ളാഹുവിലെ ആ അലിഫ് ഹംസത്തുൽ വസ്ൽ നമ്മളിവിടെ എഴുതുന്നില്ല. ഓക്കെ, അതിൻ്റെ അങ്ങനെയാണ് എഴുതുക ലില്ലാഹി എന്ന് പറയുമ്പോൾ. പിന്നെന്താ? ആ അള്ളാഹുവിലെ ഹംസത്തുൽ വസ്ൽ അത് നമ്മൾ ഉച്ചരിക്കൂല. അപ്പോൾ എന്താ പറയുക? ലില്ലാഹി. ആ ഹംസത്തുൽ വസ്ൽ ഉച്ചരിക്കുന്നില്ല. അല്ലാഹി എന്ന് പറയുന്നുണ്ടോ? ഇല്ല. പിന്നെയോ ലില്ലാഹി. അപ്പോൾ അല്ലാഹി എന്ന് പറയൂല. ആ അലിഫ് ഹംസത്തുൽ വസ്ലായോട് നമ്മൾ ഉച്ചരിക്കൂല. പിന്നെന്താണ്? ഇവിടെ സൂര്യാക്ഷരം ഉണ്ട്. ഓക്കെ, സൂര്യാക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ? ആ അള്ളാഹുവിലെ ലാം ഉച്ചരിക്കൂല. പിന്നെ അടുത്ത അക്ഷരം ലാം ശബ്ദോടെ ആയിരിക്കും. അപ്പോൾ എന്താ? ലില്ലാഹി. ലാം ഉച്ചരിക്കുന്നില്ല, അടുത്ത അക്ഷരം ലാം ശബ്ദോടെ. അതാണ് സൂര്യാക്ഷരം. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഇവിടെ അൽ ആലമീൻ അപ്പോൾ അത് ഹംസത്തുൽ വസ്ലാണ്. അപ്പോൾ അത് ആദ്യത്തിൽ വന്നിരുന്നെങ്കിൽ നമ്മൾ ഉച്ചരിക്കും അൽ ആലമീൻ. പക്ഷെ ഇവിടെ തുടക്കത്തിലാണോ? അല്ല, ഒരു കലിമക്ക് ശേഷമാണ്. റബ്ബി എന്ന് വരുന്ന കലിമക്ക് ശേഷമാണ് ആലമീൻ വരുന്നത്. അപ്പം നമ്മൾ പിന്നെ അലിഫ് ഉച്ചരിക്കോ? ഇല്ല. കാരണം എന്താ? ഇത് ഹംസത്തുൽ വസ്ലാണ്. അപ്പോൾ നമ്മളെങ്ങനെ ഓതാ? റബ്ബിൽ ആലമീൻ. നമ്മൾ ഒരിക്കലും റബ്ബി അൽ ആലമീൻ ഓതാൻ പഠിച്ചിട്ടില്ല. അങ്ങനെയല്ല പഠിച്ചത്. റബ്ബി അൽ ആലമീൻ. ആ അലിഫ് ഉച്ചരിച്ചിട്ടല്ല ഓതിയത്. പിന്നെയോ റബ്ബിൽ ആലമീൻ. ആ അലിഫ് ഉച്ചരിക്കാതെയാണ് നമ്മൾ ഓതി പഠിച്ചത്. കാരണം ഇപ്പം നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ ആ അലിഫ് ഉച്ചരിക്കാത്തതെന്ന്. ഇതുവരെ നമ്മളിങ്ങനെ മനപ്പാടാക്കി പഠിച്ചു പോയതാണ് സൂറത്തുൽ ഫാത്തിഹ. പക്ഷെ ഇപ്പം നമുക്കറിയാം എന്തുകൊണ്ട് നമ്മൾ ചില സ്ഥലങ്ങളിൽ ആ അലിഫ് ഉച്ചരിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ റബ്ബിൽ ആലമീൻ. പിന്നെ എന്തും കൂടിയാണ്? ചന്ദ്രാക്ഷരാണ് ഐൻ. അപ്പോൾ എന്താ? ആ ലാം ഉച്ചരിക്കും. അൽ ആലമീൻ. ആ ലാം ഉച്ചരിക്കും. പിന്നെ അടുത്ത അക്ഷരത്തിന് ഷദ്ദുണ്ടോ? സൂര്യാക്ഷരം മാതിരി ഇല്ല, ഷദ്ദില്ല. അപ്പോൾ അൽ ആലമീൻ. അപ്പോൾ ഇങ്ങനെ റബ്ബിൽ ആലമീൻ. പിന്നെ അർ റഹ്മാനിർ റഹീം. അള്ളാഹിൻ്റെ 2 പേരുകൾ. ഓക്കെ. അപ്പോൾ അർ റഹ്മാനി. ഇവിടുത്തെ അലിഫ് എന്താ? അർ റഹ്മാനി. ഹംസത്തുൽ വസ്ലാണ്. അപ്പോൾ തുടക്കത്തിൽ വരുമ്പോൾ ഉച്ചരിക്കും. പിന്നെന്താ? സൂര്യാക്ഷരം. അപ്പോൾ എന്താ? ലാം ഉച്ചരിക്കൂല. അർ റഹ്മാനി. അൽ റഹ്മാനി എന്ന് പറയൂല, അർ റഹ്മാനി. അപ്പോൾ സൂര്യാക്ഷരം വരുമ്പോൾ ലാം ഉച്ചരിക്കൂല, അടുത്ത അക്ഷരം ശബ്ദോടെ ആയിരിക്കും. അപ്പോൾ അർ റഹ്മാനിർ റഹീം. അപ്പോൾ പിന്നെയും അർ റഹീമിൽ ഹംസത്തുൽ വസ്ലായതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്താണ്?
ഒരു കലിമക്ക് ശേഷം വരാണ്. അപ്പോൾ അലിഫ് ഉച്ചരിക്കോ? ഉച്ചരിക്കൂല. അപ്പോൾ അർ റഹ്മാനി അർ റഹീം എന്ന് പറയൂല. പിന്നെയോ അർ റഹ്മാനിർ റഹീം. കാരണം ഇവിടെ അലിഫ് ഒരു കലിമക്ക് ശേഷം വന്നു, അത് ഹംസത്തുൽ വസ്ലാണ്, അപ്പോൾ ഉച്ചരിക്കൂല. അർ റഹ്മാനിർ റഹീം. പിന്നെ സൂര്യാക്ഷരം. ഓക്കെ, അപ്പോൾ എന്താ? ലാം ഉച്ചരിക്കൂല. അർ റഹീം ലാം ഉച്ചരിക്കൂല. അടുത്ത അക്ഷരം ശബ്ദോടെ ആയിരിക്കും. അപ്പോൾ അർ റഹീം. പിന്നെന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അപ്പോൾ ഇയ്യാക്കയിലെ ഈ അലിഫ് ഹംസത്തുൽ ഖത്ത് ആണ്. ഹംസത്തുൽ ഖത്ത്. അപ്പോൾ ഹംസത്തുൽ ഖത്ത് എന്താ? തുടക്കത്തിൽ വന്നാലും ഉച്ചരിക്കും, ഒരു കലിമക്ക് ശേഷം വന്നാലും ഉച്ചരിക്കും. അപ്പോൾ ഒരു തുടക്കത്തിൽ വന്നപ്പോൾ ഉച്ചരിച്ചോ? ഇയ്യാക്ക ഉച്ചരിച്ചു, ആലിഫ് ഉച്ചരിച്ചു. ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക കണ്ടോ? വാക്ക് ശേഷം വന്നു, ഒരു കലിമക്ക് ശേഷം വന്നു, അപ്പോൾ വീണ്ടും അത് ഉച്ചരിക്കുകയാണ്. വ ഇയ്യാക്ക. ഓക്കെ, അപ്പോൾ എന്താ? ഹംസത്തുൽ ഖത്ത് ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അലിഫ് വന്നപ്പോൾ ഒരു കലിമക്ക് ശേഷം വന്നപ്പോൾ എന്തുകൊണ്ട് ഉച്ചരിച്ചു? ശ്രദ്ധിക്കണം, വയ്യാക്ക എന്ന് ഓതരുത്, ആലിഫ് ഉച്ചരിക്കണം. വ ഇയ്യാക്ക. ഓക്കെ, കാരണം എന്താ? ഇത് ഹംസത്തുൽ ഖത്ത് ആണ്. അപ്പോൾ തുടക്കത്തിൽ വന്നാലും ഉച്ചരിക്കും, ഒരു കലിമക്ക് ശേഷം വന്നാലും ഉച്ചരിക്കും. പിന്നെന്താ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അപ്പോൾ ഇഹ്ദിനയിലെ അലിഫ് എന്താ? ഹംസത്തുൽ വസ്ൽ. അപ്പോൾ തുടക്കത്തിൽ വന്നാൽ ഉച്ചരിക്കും. ഒരു കലിമക്ക് ശേഷം വന്നിരുന്നെങ്കിലോ? ഇപ്പോൾ വാ വന്നു, വഹ്ദിന, അലിഫ് ഉച്ചരിക്കൂല. കാരണം എന്താ? ഇത് ഹംസത്തുൽ വസ്ലാണ്. വ ഇഹ്ദിന എന്ന് പറയൂല. പിന്നെയോ വഹ്ദിന, കാരണം ഇത് ഹംസത്തുൽ വസ്ലാണ്. പിന്നെന്താ? അസ്സിറാത്തൽ മുസ്തഖീം. അപ്പോൾ അസ്സിറാത്ത, അസ്സിറാത്ത. അപ്പോൾ തുടക്കത്തിലാണെങ്കിൽ ആലിഫ് ഉച്ചരിക്കും, അസ്സിറാത്ത. ഓക്കെ, കാരണം ഹംസത്തുൽ വസ്ലാണ്. പക്ഷെ ഇവിടെ തുടക്കത്തിലാണോ? അല്ല, ഒരു കലിമക്ക് ശേഷമാണ്. അപ്പോൾ ആലിഫ് ഉച്ചരിക്കോ? ഉച്ചരിക്കൂല. അപ്പോൾ നമ്മളിങ്ങനെ ഓതാം, ഇഹ്ദിന സിറാത്ത. ഉണ്ടോ? അലിഫ് ഉച്ചരിക്കുന്നില്ല. ഇഹ്ദിന അസ്സിറാത്ത എന്ന് ഓതൽ അല്ല, അങ്ങനെയല്ല നമ്മൾ പഠിച്ച. പിന്നെയോ ഇഹ്ദിന സിറാത്ത, അപ്പോൾ അലിഫ് ഉച്ചരിക്കൂല. കാരണം എന്താ? ഹംസത്തുൽ വസ്ലാണ്. പിന്നെ സ്വാദെന്താ? സൂര്യാക്ഷരം. അപ്പോൾ സൂര്യാക്ഷരം എന്നാൽ എന്താ? ആ ലാം ഉച്ചരിക്കൂല. അസ്സിറാത്ത. കണ്ടോ? ലാം ഉച്ചരിക്കുന്നില്ല. ലാമുണ്ട്, എഴുതുന്നുണ്ട്, പക്ഷേ ഉച്ചരിക്കുന്നില്ല. അടുത്ത അക്ഷരം എന്താ? ശബ്ദോടെയാണ്. അപ്പോൾ അസ്സിറാത്ത, അത് സൂര്യാക്ഷരമാണ്. അൽ മുസ്തഖീം. അപ്പോൾ അലിഫ് എന്താ? ഹംസത്തുൽ വസ്ൽ. തുടക്കത്തിലാണെങ്കിൽ അൽ മുസ്തഖീം. പക്ഷെ ഇവിടെ തുടക്കത്തിലാണോ? അല്ല, സിറാത്തക്ക് ശേഷമാണ്, ഒരു കലിമക്ക് ശേഷമാണ്. അപ്പോൾ എങ്ങനെ ഓതാ? സിറാത്തൽ മുസ്തഖീം. സിറാത്ത അൽ മുസ്തഖീം നമ്മൾ പഠിച്ചിനോ? ഇല്ല, അങ്ങനെ ഓതാൻ പാടില്ല. പിന്നെയോ സിറാത്തൽ മുസ്തഖീം, കാരണം ഒരു കലിമക്ക് ശേഷമാണ് അലിഫ് വന്നത്. അപ്പോൾ അത് ഹംസത്തുൽ വസ്ലായതുകൊണ്ട് നമ്മൾ കലിമക്ക് ശേഷം വന്നാൽ ഉച്ചരിക്കാൻ പാടില്ല. പിന്നെന്താ? ചന്ദ്രാക്ഷരമാണ്. ചന്ദ്രാക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ? ആ ലാം ഇവിടെ ഉച്ചരിക്കുകയും ചെയ്യും, എഴുതുകയും ചെയ്യും. ഓക്കെ, അസ്സിറാത്ത എന്ന് പറഞ്ഞപ്പോൾ ആ ലാം എഴുതി, പക്ഷെ ഉച്ചരിച്ചില്ല. അസ്സിറാത്ത. അൽ മുസ്തഖീം എന്ന് പറഞ്ഞാലോ? ആ ലാം എഴുതുകയും ചെയ്യും, ഉച്ചരിക്കുകയും ചെയ്യും. അൽ, കണ്ടോ? ഉച്ചരിക്കുന്നുണ്ടോ? അൽ മുസ്തഖീം. പിന്നെ അടുത്ത അക്ഷരത്തിന് ശ്രദ്ധയുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ? ചന്ദ്രാക്ഷരമാണ്. പിന്നെന്താ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അപ്പോൾ അല്ലദീന എന്താ? അല്ലദീന എന്ന് ആദ്യം തുടക്കത്തിലാണെങ്കിലോ ആലിഫ് ഉച്ചരിക്കും, ഹംസത്തുൽ വസ്ൽ. പക്ഷെ ഇവിടെ തുടക്കത്തിലാണോ? അല്ല, സിറാത്തല്ലദീന. അപ്പോൾ നമ്മൾ ആലിഫ് ഉച്ചരിക്കുന്നില്ല, ഹംസത്തുൽ വസ്ൽ. ഓക്കെ, സിറാത്ത അല്ലദീന എന്ന് നമ്മൾ ഓതാൻ പഠിച്ച അല്ല, സിറാത്തല്ലദീന. കാരണം എന്താ? ഇത് ഹംസത്തുൽ വസ്ലാണ്. സിറാത്തക്ക് ശേഷം വന്നു, ഒരു കലിമക്ക് ശേഷം വന്നു, അപ്പോൾ അലിഫ് ഉച്ചരിക്കൂല, കാരണം ഇത് ഹംസത്തുൽ വസ്ലാണ്. അപ്പോൾ എങ്ങനെ ഓതാ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അപ്പോൾ അൻഅംത, ഇതിൽ അലിഫ് ഹംസത്തുൽ ഖത്ത് ആണ്. അപ്പോൾ ഒരു കലിമക്ക് ശേഷം വന്നാലും ഉച്ചരിക്കണം. തുടക്കത്തിലാണെങ്കിലും ഉച്ചരിക്കണം, ഒരു കലിമക്ക് ശേഷം വന്നാലും ഈ ഹംസത്തുൽ ഖത്ത് ഉച്ചരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ സിറാത്തല്ലദീന അൻഅംത എന്ന് ആലിഫ് ഉച്ചരിച്ചുകൊണ്ട് ഓതുന്നത്. കാരണം എന്താ? ഇത് ഹംസത്തുൽ ഖത്ത് ആണ്. ഗൈരിൽ മഗ്ലൂബി, ഗൈരിൽ മഗ്ലൂബി. അപ്പോൾ അൽ മഗ്ലൂബു, അപ്പോൾ എന്താ? ഹംസത്തുൽ വസ്ലാണ്. അപ്പോൾ തുടക്കത്തിലാണ് ഉച്ചരിക്കണം, അൽ മഗ്ലൂബു. പക്ഷെ ഇവിടെ തുടക്കത്തിലാണോ? അല്ല, ഒരു കലിമക്ക് ശേഷമാണ്, നടുക്കാണ്. അപ്പോൾ ഗൈരിൽ മഗ്ലൂബി. കണ്ടോ? ആലിഫ് ഉച്ചരിക്കുന്നില്ല, ഹംസത്തുൽ
വസ്ൽ. ഗൈരി അൽ മഗ്ദൂബി എന്ന് ഓതാൻ പാടില്ല, ഗൈരിൽ മഗ്ദൂബി. കാരണം എന്താ, ഇത് ഹംസത്തുൽ വസ്ലാണ്, ഒരു കലിമയ്ക്ക് ശേഷം വന്ന് ഉച്ചരിക്കാൻ പാടില്ല. പിന്നെ എന്തും കൂടി വരുന്നു, ചന്ദ്രാക്ഷരം. അപ്പോൾ ലാം ഉച്ചരിക്കോ, ഉച്ചരിക്കും. എഴുതോ, എഴുതും. അപ്പോൾ അൽ അൽ ഉച്ചരിക്കുകയും ചെയ്യും, എഴുതുകയും ചെയ്യും. ചന്ദ്രാക്ഷരം. അടുത്ത അക്ഷരത്തിന് ശ്രദ്ധ പാടുന്നോ, പാടില്ല. കാരണം ഇത് ചന്ദ്രാക്ഷരമാണ്. അപ്പോൾ അൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അപ്പോൾ എന്താ, ഹംസത്തുൽ വസ്ൽ വീണ്ടും വന്നു. അപ്പോൾ തുടക്കത്തിലാണെങ്കിൽ അല്ലാലീൻ ഓക്കെ ഉച്ചരിക്കും. ഇവിടെ തുടക്കത്തിലാണോ, അല്ല, വലാക്ക് ശേഷമാണ്. അപ്പോൾ ഉച്ചരിക്കും, ഇല്ല. വല അല്ലാലി എന്ന് പറയാൻ പാടുണ്ടോ, പാടില്ല. വലദ്ദാല്ലീൻ. അപ്പോൾ എന്താ, ഉച്ചരിക്കൂല, ഹംസത്തുൽ വസ്ൽ. പിന്നെ ലാദ് എന്താ, അത് ശബ്ദോടെ. അപ്പോൾ ലാം ഉച്ചരിക്കോ, ഇല്ല. കാരണം ഇത് സൂര്യാക്ഷരമാണ്. അപ്പോൾ വലദ്ദാല്ലീൻ ലാം ഉച്ചരിക്കാതെ പക്ഷെ എഴുതും. അടുത്ത അക്ഷരത്തിന് ശബ്ദോടെ ആയിരിക്കും, കാരണം ഇത് സൂര്യാക്ഷരമാണ്. പക്ഷെ അൽഹംദുലില്ലാ നമ്മളിത് ചെറുപ്പത്തിലേ മനപ്പാടാക്കി, ശരിക്കും മനപ്പാടാക്കിയോണ്ട് അങ്ങനെ ഓതിപ്പോകുന്നു. പക്ഷെ ഇപ്പം നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ ഓതിയത്, എന്തുകൊണ്ട് ചില സ്ഥലത്ത് അലിഫ് ഉണ്ടായിട്ട് നമ്മൾ ഉച്ചരിച്ചു, എന്തുകൊണ്ട് ചില സ്ഥലങ്ങളിൽ അലിഫ് ഉണ്ടായിട്ട് നമ്മൾ ഉച്ചരിച്ചില്ല. ഓക്കെ, എന്തുകൊണ്ട് ചില സ്ഥലത്ത് ലാം ഉണ്ടായിട്ട് നമ്മൾ ഉച്ചരിച്ചു, ചില സ്ഥലങ്ങളിൽ ലാം ഉണ്ടായിട്ട് നമ്മൾ ഉച്ചരിച്ചില്ല. ഓക്കെ, എന്തുകൊണ്ട് ചില അക്ഷരങ്ങൾക്ക് ശബ്ദോടെ പറഞ്ഞു, എന്തുകൊണ്ട് ചില അക്ഷരങ്ങൾ ലാമിന് ശേഷം വന്നിട്ടും നമ്മൾ ശബ്ദോടെ ഉച്ചരിച്ചില്ല എന്നത് നമുക്ക് അൽഹംദുലില്ലാ ഇപ്പം മനസ്സിലായി. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇതാണ് ഹംസത്തുൽ വസ്ൽ, ഹംസത്തുൽ ഖത്ത്, സൂര്യാക്ഷരം, ചന്ദ്രാക്ഷരം. അപ്പോൾ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ അത് പഠിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഇനി ഓരോ ലെസൺ പഠിക്കുമ്പോഴും നമ്മൾ ഖുർആൻ, ഹദീസ് ഇതിലൊക്കെ ഒന്ന് കൂടി നോക്കിയിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും.